ഞാൻ കൂടുതലും വീട്ടിൽ വൈറ്റ് സോസ് പാസ്തയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് റെഡ് സോസ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി പറഞ്ഞാൽ ആ വീഡിയോ സേവ് ചെയ്ത് വെച്ചു. ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് പാസ്ത ഒന്ന് വേവിക്കാൻ വെക്കാം. ഇനി തക്കാളി പേസ്റ്റ് ചെയ്തെടുക്കുക. ഇതൊരു തക്കാളി ഫുള്ളൊന്നും എടുക്കണ്ട. ഇനി ഒരു പാനിലേക്ക് ബട്ടറും ഓയിലും ചേർത്ത് കൊടുക്കാം. ഓയിൽ മാത്രം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഓയിൽ ചൂടായാൽ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് സവാളയും ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി സവാളയുടെ കളറൊന്ന് ചെറുതായിട്ട് മാറി വന്നാൽ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയാൽ നേരത്തെ അടിച്ചു വെച്ച തക്കാളിയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര, 2 സ്ലൈസ് ചീസ്, കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇതെല്ലാം ഒന്ന് നല്ലോണം മിക്സ് ആയിട്ട് ഒരു തിക്ക് ക്രീം പോലെ ആയാൽ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് 2-3 മിനിറ്റ് കുക്ക് ചെയ്യുക. അതായത് ആ ഒരു പേസ്റ്റ് ഇതിൽ പിടിക്കുന്നവരെ. ഞാനിത് തക്കാളി കുറച്ച് കൂടുതലായിരുന്നു. ആ ഒരു കാര്യം മാറ്റി നിർത്തിയാൽ ടേസ്റ്റ് അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും.